ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സിക്സ്ത് എക്സ്പെരിമെൻ്റ് ആണ്. ഇംപ്ലിമെൻറ്റ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പോളിനോമിയൽ യൂസിങ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്. സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ഞാൻ തൊട്ട് മുന്നേ ഉള്ള പ്രീവിയസ് വീഡിയോയിൽ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റും ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് അറിഞ്ഞുകൂടാത്തവർ ആ വീഡിയോ ഒന്ന് ആദ്യം കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഇപ്പോൾ ഇതിൽ ആറാമത്തെ എക്സ്പെരിമെൻ്റാണ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പോളിനോമിയൽസ്. ഇത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനുമാണ്. ഇത് രണ്ട് എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് ഇത് ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അതല്ലെങ്കിൽ വളരെ ലെങ്തി വീഡിയോ ആയി പോകും. അതുകൊണ്ട് അഡീഷൻ ഒരു വീഡിയോയും മൾട്ടിപ്ലിക്കേഷൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ അഡീഷൻ ഓഫ് പോളിനോമിയൽ ആണ് ഞാൻ ചെയ്യുന്നത് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഇത് നിങ്ങൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ സ്പാർസ് പോളിനോമിയലിൻ്റെ അഡീഷൻ സം നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അൽഗോരിതം തന്നെയാണ് ഇതിനകത്ത് അഡീഷൻ ഓഫ് പോളിനോമിയലിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്തിരിക്കുന്നത് ഇത് ഫോളോ ചെയ്യുമ്പോൾ വളരെ നല്ലതായിരിക്കും. കാരണം അതിലെ മെത്തേഡ്സ് തന്നെയാണ് ഇതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സം ഓഫ് ടു പോളിനോമിയൽ യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ്. നമ്മൾ നേരത്തെ സ്പാർസ് പോളിനോമിയൽ അറേ വെച്ചിട്ടാണ് ചെയ്തത്. ഇത് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് പോളിനോമിയൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് P1 എന്നുള്ള പോളിനോമിയൽ, ഇത് P2 എന്നുള്ള പോളിനോമിയൽ. ഇത് നമ്മൾ ലിസ്റ്റ് സിംഗിളി ലിങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ എടുത്തിരിക്കുന്നത്. ഇതിൽ ഓരോ ടേമും ഓരോ നോഡായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഹെഡ് നോഡായിരിക്കും. എല്ലാ പോളിനോമിയലിലെ ഹെഡ് നോഡ് ഫസ്റ്റ് നോഡാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് പോളിനോമിയൽ, ഇത് ഫസ്റ്റ് ടേം, ദെൻ സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം. അപ്പോൾ ഇങ്ങനെ ഉണ്ട്. ഇതൊരു സ്പാർസ് പോളിനോമിയലാണ്. ഇത് മെജോറിറ്റി എലമെൻറ്റും എക്സ്പൊണൻ്റ് 0 ആണ്. അപ്പോൾ അതൊരു സ്പാർസ് പോളിനോമിയൽ. ഏത് പോളിനോമിയലും ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഓരോ ടേമും ഓരോ നോഡായിട്ട് എടുക്കുന്നു, എന്നിട്ടത് ലിസ്റ്റ് ഫോം ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് രണ്ട് ഡാറ്റയാണ് നമ്മൾ ഒരു നോഡിനകത്ത് വരുന്നത്, പിന്നൊരു കണക്ഷൻ ലിങ്ക്. ഇപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒന്ന് കോഎഫിഷ്യൻറ്റും ഒന്ന് എക്സ്പൊണൻറ്റും. 12 എക്സ്പൊണൻറ്റ് 52. സെക്കൻഡ് ടൈമിൻ്റെ കോഎഫിഷ്യൻറ്റ് 9 എക്സ്പൊണൻറ്റ് 21. അടുത്തതിൻ്റെ കോഎഫിഷ്യൻറ്റ് -4 എക്സ്പൊണൻറ്റ് 6. അതിൻ്റെ അടുത്ത് 2 കോഎഫിഷ്യൻറ്റ് 2 എക്സ്പൊണൻറ്റ് 2. ദെൻ അടുത്തത് കോഎഫിഷ്യൻറ്റ് 4 എക്സ്പൊണൻറ്റ് 0 ആണ്. അപ്പോൾ ഇങ്ങനെ ആണ് ഫസ്റ്റ് പോളിനോമിയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സിമിലർലി we can create the second polynomial with the each terms coefficient and exponent in each node. ഇതിൽ കോഎഫിഷ്യൻറ്റ് 2 എക്സ്പൊണൻറ്റ് 96. അടുത്തത് ഇതുപോലെ സിമിലർലി എല്ലാ ടൈമും നമ്മളിങ്ങനെ ചെയ്തു പോകുന്നു. ദെൻ ഇതിൻ്റെ സം നമ്മൾ സ്പാർസ് പോളിനോമിയൽ ചെയ്തിരിക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെ സം ചെയ്യുന്നത്. അവിടെ അറേ ചെയ്യുന്നു, ഇവിടെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നു. സം കണ്ടുപിടിക്കാൻ ഒരു അൽഗോരിതം സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സം കണ്ടുപിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോളിനോമിയലിനെ ആ പോളിനോമിയലിൻ്റെ എൻഡ് ടൈം വരെ ട്രാവേഴ്സ് ചെയ്ത് പോവുക. ഇതിനിടയിൽ സെക്കൻഡ് പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും ഇതിൻ്റെ എക്സ്പൊണൻറ്റ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്ത് പോവുക. അപ്പോൾ ഈ ഓരോ ടൈമും ഇത് ട്രാവേഴ്സ് ചെയ്യുന്നതിന് പാരലായിട്ട് സെക്കൻഡ് പോളിനോമിയലിനെ നമ്മൾ കണക്ട് ചെയ്ത് ട്രാവേഴ്സ് ചെയ്താണ് പോകുന്നത്. പക്ഷേ ലൂപ്പ് പോകുന്നത് ഫസ്റ്റ് പോളിനോമിയലിൻ്റെ എൻഡ് ഓർ സെക്കൻഡ് പോളിനോമിയലിൻ്റെ എൻഡ്. ഇതിൽ ഏതെങ്കിലും ഒരു പോളിനോമിയലിൻ്റെ എൻഡ് വരെയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ എൻഡ്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ടേംസ് കുറവാണ്, ഇതിനേക്കാൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ഈ പോളിനോമിയലിൽ നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കുന്നു, എന്നിട്ട് സെക്കൻഡ് പോളിനോമിയലിലെ ടേംസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. സെയിം ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ആഡ് ചെയ്ത് നമ്മൾ റിസൾട്ടൻ്റ് പോളിനോമിയൽ P3 എന്നുള്ള റിസൾട്ടൻ്റ് പോളിനോമിയൽ ആ പോളിനോമിയലിൻ്റെ ടേമായിട്ട് എടുക്കുന്നു. ഇനി ഫസ്റ്റ് ടേമും സെക്കൻഡ് പോളിനോമിയലും സെയിം ഡിഫറൻ്റ് ആണെങ്കിൽ
ഇതിൻ്റെ ടേം എക്സ്പൊണൻ്റ് സെക്കൻഡ് പോളിനോമിയലിൻ്റെ എക്സ്പൊണൻറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ടേമിനെ നമ്മൾ റിസൾട്ടൻ്റ് പോളിനോമിയലിലേക്ക് കൊണ്ടുവരുന്നു. അതല്ല തിരിച്ചാണെങ്കിൽ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ എക്സ്പൊണൻറ്റിനേക്കാൾ വലുതാണ് സെക്കൻഡ് പോളിനോമിയലിൻ്റെ എക്സ്പൊണൻ്റ് ആ സെക്കൻഡ് പോളിനോമിയലിൻ്റെ ടേമിനെയാണ് നമ്മൾ റിസൾട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. ഈക്വൽ ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ആഡ് ചെയ്യുക. ഇനി ഡിഫറൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ടേമിൻ്റെ എക്സ്പൊണൻ്റ് സെക്കൻഡ് പോളിനോമിയലിൻ്റെ ടേമിൻ്റെ എക്സ്പൊണൻറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ആ ടേമിനെടുത്ത് നമ്മൾ റിസൾട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതല്ല തിരിച്ചാണെങ്കിൽ സെക്കൻഡ് പോളിനോമിയലിൻ്റെ ആ ടേമിനെടുത്ത് റിസൾട്ടിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ മൂവ് to the second polynomial of polynomial 1, second term of polynomial 1. അപ്പോൾ ഇവിടെ രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്ന ഫസ്റ്റിൻ്റെയും സെക്കൻഡിലേക്ക് പോകും, സെക്കൻഡ് പോളിനോമിയലിൻ്റെയും സെക്കൻഡ് ടേമിലേക്ക് ട്രാവേഴ്സ് ചെയ്യണം. ഇനി ഡിഫറൻ്റ് ആണെങ്കിൽ ഈ ടേമാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ടൻ്റ് പോളിനോമിയലിലേക്ക് ഈ ടേമാണ് വരുന്നത്. ദാറ്റ് മീൻസ് ദ എക്സ്പൊണൻ്റ് ഓഫ് ദ first polynomial is bigger than the exponent of second polynomial, then that node is adding to the resultant polynomial and we advance to the next node of P1. Otherwise we add the node of P2. സെക്കൻഡ് പോളിനോമിയലിൻ്റെ നോഡാണ് നമ്മൾ ഇതിനകത്ത് റിസൾട്ടൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. then we advance the second polynomial to the next term. അതായത് നമ്മൾ ഇതാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ ടേം നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നത് ഇതിൻ്റെ സെക്കൻഡ് നോഡിലോട്ടാണ്. ഫസ്റ്റിന് അവിടെ തന്നെ നിൽക്കും. ഇനി തിരിച്ചാണ് ചെയ്യണമെങ്കിൽ ഇത് ട്രാവേഴ്സ് ചെയ്യും, ഇത് അവിടെ തന്നെ നിൽക്കും, എവിടെയാണോ നിന്ന് അവിടെ തന്നെ നിൽക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഓരോ ടേമും ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മൂവ് ചെയ്ത് ഇത് എൻഡിലെത്തും. അപ്പോഴും ഇത് ചിലപ്പോൾ കഴിയണമെന്നില്ല. അപ്പോൾ ഇത് എൻഡിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. ആൻഡ് P2 മേ നോട്ട് ബി എൻഡ്. P2ൽ മേ ബി സം എലമെൻറ്റ്സ് ബാലൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ എലമെൻറ്റ്സിനെ നമ്മൾ ഇതിനകത്തോട്ട് വീണ്ടും ആഡ് ചെയ്ത് വയ്ക്കുക. ഇത് നമ്മൾ സ്പാർസ് പോളിനോമിയൽ അഡീഷൻ്റെ സെയിം അൽഗോരിതം തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. അതിൻ്റെ ഡീറ്റെയിൽഡ് അൽഗോരിതം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്. ആ അഡീഷൻ അറിയാവുന്നവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അൽഗോരിതം ഇതാണ്. നമ്മൾ റീഡ് ചെയ്യുക, കോഎഫിഷ്യൻറ്റും ആൻഡ് എക്സ്പൊണൻറ്റും റീഡ് ചെയ്യുക ഓഫ് ഈച്ച് ടേംസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോളിനോമിയൽ ആൻഡ് ഫോംസ് 2 സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് P1 ആൻഡ് P2. അപ്പം P1ഉം P2ഉം 2 സിംഗിളി ലിങ്ക് ലിസ്റ്റ് നിങ്ങൾ ഫോം ചെയ്യുക. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡിൽ, നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ ലിസ്റ്റ് ഫോം ചെയ്യണത് ഞാൻ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് പറഞ്ഞു. അതിലേതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ലിസ്റ്റ് ഫോം ചെയ്യുക. ഈ ലിസ്റ്റിൽ നമ്പർ ഓഫ് ടേംസ് നമ്മൾ റീഡ് ചെയ്യുന്നില്ല. അതിൻ്റെ കോഎഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും 0 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ചാണ് ആ റീഡിങ് ഓഫ് ദ ആ പോളിനോമിയലിൽ എൻഡ് ചെയ്യുന്നത്. 0 0 കോഎഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും 0 ആയി കഴിഞ്ഞാൽ ഇനി ആ പോളിനോമിയലിൻ്റെ എൻട്രി ഇല്ല എന്ന് പറഞ്ഞാൽ ആ ടേം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ദെൻ സെക്കൻഡ് പോളിനോമിയൽ, ഫസ്റ്റ് പോളിനോമിയലിലാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ മൂവ് ദ ഡാറ്റ ഓഫ് സെക്കൻഡ് പോളിനോമിയൽ. ഈ സെക്കൻഡ് പോളിനോമിയൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഡീഷനിലേക്ക് കിടക്കും. അപ്പോൾ ഈ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോളിനോമിയലിനെ സെക്കൻഡ് പോളിനോമിയലിനേഷൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി, ഡാറ്റ റീഡിങ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 0 0 ആണ് കൊടുക്കുന്നത്. നമ്പർ ഓഫ് ടേംസ് അല്ല റീഡ് ചെയ്തിട്ട് ലൂപ്പ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും 0 0 കോഎഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും 0 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ റീഡിങ് അവിടെ എൻഡ് ചെയ്യുന്നു. ദെൻ move to the next operation. To add 2 polynomial, traverse from beginning of first polynomial to its end. ഫസ്റ്റ് പോളിനോമിയൽ തന്നെ ട്രാവേഴ്സ് ചെയ്യണമെന്നില്ല, സെക്കൻഡ് പോളിനോമിയലിൻ്റെ ബിഗിനിങ് മുതൽ എൻഡ് വരെ പോയാലും മതി. കാരണം അഡീഷൻ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് A+B = B+A ആണ്. അപ്പോൾ അതുകൊണ്ട് ഏത് പോളിനോമിയലിനെ വേണമെങ്കിലും ഫസ്റ്റ് ടേമായിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഞാനിതിൽ ഈ അൽഗോരിതത്തിൽ ഫസ്റ്റ് പോളിനോമിയലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എൻഡ് വരെ പോവുക. അതാണ് ഈ ലൂപ്പ് എഴുതിയിരിക്കുന്നത്. വയൽ P1 do ഒരു ലൂപ്പാണ്, വയൽ ലൂപ്പാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ P2 നള്ളാണോ എന്ന് നോക്കുക. P2 നള്ളാണെങ്കിൽ നമ്മൾ പിന്നെ P2 നൾ മീൻസ് ദ P2 പോളിനോമിയൽ P2 ഈസ് എംപ്റ്റി.
അപ്പോൾ നമ്മൾ സെക്കൻഡ് പോളിനോമിയലിനെ പറ്റി കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് പോളിനോമിയലിലെ ടേംസ് തന്നെയാണ് റിസൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ P2 നള്ളാണെങ്കിൽ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി പോവുക. അതല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നു ഇഫ് P1ൻ്റെ എക്സ്പൊണൻറ്റും P2ൻ്റെ എക്സ്പൊണൻറ്റും സെയിം ആണെങ്കിൽ ആണോ എന്ന് നോക്കുക. നോഡ് ക്രിയേറ്റ് ചെയ്യുക. ആ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഇത് P1 ആണ് കേട്ടോ. ഇത് P1 കോഎഫിഷ്യൻറ്റ് പ്ലസ് P2 കോഎഫിഷ്യൻറ്റ് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇത് P3 എന്ന് മിസ്റ്റേക്കൺലി ടൈപ്പ് ചെയ്തിരിക്കുന്നതാണ്. P1 കോഎഫിഷ്യൻറ്റ് പ്ലസ് P2 കോഎഫിഷ്യൻ്റ് ആണ് റിസൾട്ടൻ്റ് പോളിനോമിയലിൻ്റെ ആ ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. എക്സ്പൊണൻറ്റ് വി ക്യാൻ സെൻഡ് either P1 exponent or P2 exponents because P1 and the exponents of P1 and P2 are same. അതുകൊണ്ടാണ് നമ്മൾ ഈ കോഎഫിഷ്യൻ്റ് ആഡ് ചെയ്യുന്നത്. ദെൻ ട്രാവേഴ്സ് P1 to the next term and P2 to the next term. ഇത് രണ്ടും സെയിം ആണെങ്കിൽ, ഇനി ഡിഫറൻ്റ് ആണെങ്കിൽ else if P1 exponent is greater than P2's exponent, അതായത് P1ൻ്റെ എക്സ്പൊണൻറ്റ് P2ൻ്റെ എക്സ്പൊണൻറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ടേമാണ് നമ്മൾ റിസൾട്ടൻറ്റിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് P1ൻ്റെ കോഎഫിഷ്യൻറ്റും P1ൻ്റെ എക്സ്പൊണൻറ്റുമാണ്. ദെൻ P1 ഓൺലി അഡ്വാൻസ്ഡ്, P1 ഒന്ന് മാത്രമേ ഒന്ന് ട്രാവേഴ്സ് ചെയ്ത് നെക്സ്റ്റ് ടൈമിലേക്ക് പോകുന്നു. P2 അവിടെ തന്നെ നിൽക്കും. ഇനി ഈ കണ്ടീഷൻ ഫെയിൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് P2 എക്സ്പൊണൻറ്റ് ഓഫ് P2 ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പൊണൻറ്റ് ഓഫ് P1. So node will be created as P2's coefficient and P2's exponent. Then P2 is advanced. P2 move to the next term. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ. എന്നിട്ട് ഇവിടെ നമ്മൾ ലിസ്റ്റ് ഫോം ചെയ്യുന്നത് ഇങ്ങനെ, ഇത് നോഡ് മാത്രമേ ആയിട്ടുള്ളൂ. P3യിലാണ് റിസൾട്ട് വരുന്നത്. ഈ P3 നള്ളാണെങ്കിൽ നമ്മൾ സാറിന് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഹെഡ് നോഡ് ഇസിക്വൽ ടു നള്ളാണെങ്കിൽ ആ ഹെഡ് നോഡ് എന്ന് പറഞ്ഞാൽ ന്യൂ നോഡാണ്. ഇവിടെ ഹെഡിന് വരാൻ P3 എന്ന് പറഞ്ഞാൽ പോയിൻ്ററാണ് ഉപയോഗിക്കുന്നത്. P3 ഈക്വൽ ടു ന്യൂ നോഡ്. അല്ല എങ്കിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്യും. P3യുടെ എൻഡ് വരെ ട്രാവേഴ്സ് ചെയ്തിട്ട് ആ ന്യൂ നോഡിനെ അതിൻ്റെ എൻഡിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കുന്നു. അത് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ അൽഗോരിതം എഴുതിയിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അത് ഒരു ടെമ്പററി വേരിയബിളിലേക്ക് ഹെഡ് നോഡ് കൊണ്ടുവരിക. ആ ടെമ്പററി വേരിയബിൾ എൻ്റെ നെക്സ്റ്റ് നള്ള് വരെ ട്രാവേഴ്സ് ചെയ്ത് പോവുക. ട്രാവേഴ്സ് ചെയ്തിട്ട് പോയിട്ട് ടെമ്പററി വേരിയബിളിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്ത് ആഡ് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് ഈ ലിസ്റ്റ് ഫോം ചെയ്യുന്നത്. ഇത്രയാണ്. ദെൻ കണ്ടിന്യൂ ദ ലൂപ്പ് P1, വീണ്ടും അടുത്തയിലേക്ക് പോകുന്നു, അടുത്ത ടൈമിലേക്ക് പോകുന്നു. ദിസ് വിൽ കണ്ടിന്യൂ. അപ്പോൾ എപ്പോഴെങ്കിലും ഈ P1ൻ്റെ ലൂപ്പ് എൻഡ് ചെയ്യും. അത് എൻഡ് ചെയ്യുന്നത് രണ്ട് കണ്ടീഷനിലാണ്. ഒന്നുകിൽ P1ൻ്റെ എല്ലാ ടൈമും കഴിയുമ്പോൾ എൻഡ് ചെയ്യും, അതർവൈസ് P2 എപ്പോഴെങ്കിലും നള്ളാണെങ്കിലും എൻഡ് ചെയ്യും. ഈ ലൂപ്പ് പുറത്ത് പോകും. അപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ വി വാണ്ട് ടു ചെക്ക് വെദർ എനി ടേംസ് അവൈലബിൾ ഇൻ P1 ഓർ P2. അപ്പോൾ ഏതെങ്കിലും ഒരു ടേം ഇനി ബാക്കി ഉണ്ടെങ്കിൽ, കാരണം ഈ ലൂപ്പ് ഫുള്ള് പോയിട്ടില്ല എങ്കിൽ, എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ P1ൽ ബാക്കി ഇനിയും ടേംസ് ഉണ്ടെന്നാണ് എൻ്റെ മീനിങ്. എങ്കിൽ ആ ടേംസിനെ നമ്മൾ P3ൻ്റെ എൻഡിലേക്ക് ആഡ് ചെയ്യുന്നു, P3യിലേക്ക് ആഡ് ചെയ്യുന്നു. സിമിലർലി add the remaining nodes of P2 if any to the end of P3. P2ലും എന്തെങ്കിലും ബാക്കി ടേംസ് ബാക്കി കിടപ്പുണ്ടെങ്കിൽ അത് P3യിലേക്ക് എൻഡ് ചെയ്യുന്നു. കാരണം ഇവിടെ P1 ഫുൾ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് പോകും. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ P1 ഫുൾ എക്സിക്യൂട്ട് ചെയ്യും, പക്ഷേ P2 കംപ്ലീറ്റ് ചെയ്യില്ല. കാരണം P2ൽ ടേംസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ വരുമ്പോൾ P2ൽ എലമെൻറ്റ്സ് കൂടുതലായിരിക്കും, ലൂപ്പിൽ നിന്ന് പുറത്തും പോയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷനിൽ, ഈ ഒരു ഐട്രേഷനിൽ ബാക്കി P2ൻ്റെ ബാക്കി എലമെൻറ്റ്സ് കൂടെ P3യുടെ എൻഡിലേക്ക് ആഡ് ചെയ്ത് വരുന്നു. ദിസ് ഈസ് ദ അൽഗോരിതം ടു ആഡ് ദ സം ഓഫ് ടു പോളിനോമിയൽസ് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ലിങ്ക്ഡ് ലിസ്റ്റും കൂടെ നന്നായിട്ട് മനസ്സിലാകുന്ന ആൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പെരിമെൻ്റാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, രണ്ട് ഹെഡറേ നമുക്ക് ആവശ്യമുള്ളൂ. ആദ്യത്തത് stdio.h, രണ്ടാമത്തത് malloc വേണ്ടിയിട്ട്
stdlib.h. ഇനി നമുക്ക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം. രണ്ട് വേരിയബിൾസ് ആണുള്ളത്, കോഎഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും. അത് രണ്ടെണ്ണം വേണം. ദെൻ ലിങ്കാണ്, നെക്സ്റ്റിലേക്കുള്ള ലിങ്ക്. ഏലിയാസ് നോഡെന്ന് തന്നെ കൊടുക്കുന്നു. സ്ട്രക്ചർ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ മെയിൻ എഴുതാം. മെയിൻ എഴുതിയിട്ട് നമുക്ക് വേണ്ട ഫങ്ഷൻസ് എല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ഫങ്ഷൻ എവിടെയൊക്കെ വേണമെന്നുള്ളത് നമുക്ക് ഇനിഷ്യലി നമുക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം മെയിൻ എഴുതുക. നമുക്ക് 3 പോളിനോമിയലുണ്ട്, P1, P2, P3. 3 പോളിനോമിയലാണുള്ളത്. ഇതിനെല്ലാം നമ്മൾ ഇനിഷ്യലി നള്ളാക്കി വയ്ക്കുക. ദെൻ അനദർ പുതിയത് നോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ നോഡ്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഇടത്തും യൂസ് ചെയ്യാൻ പറ്റും. ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്നുള്ള അസംഷൻ, ഹെഡും ന്യൂ നോഡും എന്ന അസംഷനിലേക്ക് ചെയ്യുക. ഇനി നമുക്ക് കോഎഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും ഓരോ ടേംസിൻ്റെയും നമുക്ക് റീഡ് ചെയ്യാനുണ്ട്. റീഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കോഎഫിഷ്യൻ്റ് എക്സ്പൊണൻറ്റ് നമ്മൾ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. ഇനി നമ്മൾ ഓരോ ടൈംസും റെഡി ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പോളിനോമിയൽ എൻ്റർ ചെയ്യാൻ പറയും. ഫസ്റ്റ് പോളിനോമിയൽ അത് നമ്മൾ ലൂപ്പിനകത്താണ് എഴുതുന്നത്. ലൂപ്പിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും എപ്പോഴെങ്കിലും 0 വരുന്നെങ്കിൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുക. അപ്പോൾ ഞാനൊരു വൈൽ ലൂപ്പ്, ഇൻഫിനിറ്റ് ലൂപ്പാണ് എഴുതുന്നത്. ഇവിടെ ഞാൻ ഫ്രണ്ട് ഓഫ് എൻ്റർ ആൻഡ് എക്സ്പൊണൻറ്റ്. സ്കാൻ ചെയ്യാം. സ്പേസ് ഇട്ട് കൊടുക്കാം. 2 ടേംസിനെയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം കഴിഞ്ഞിട്ട് കോഎഫിഷ്യൻ്റ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ട് അടുത്ത ടൈം എക്സ്പൊണൻ്റ് എൻ്റർ ചെയ്യുക. അതുകൊണ്ട് ഞാൻ സ്കാനഫിൻ്റെ ഇടയിൽ ഒരു സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ആംപർസാൻഡ് കോഎഫിഷ്യൻ്റ് എക്സ്പൊണൻ്റ് സ്കാൻ ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇനി ഇത് എപ്പോഴെങ്കിലും 0 ആണെന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു 0 ആൻഡ് എക്സ്പൊണൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മളതിൽ നിന്ന് ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുക, ബ്രേക്ക്. പുറത്തു പോകുക. എൽസ് ഇനി നമുക്ക് നോഡ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ നോഡ് ഇസ് ഈക്വൽ ടു ക്രിയേറ്റ് കോഎഫിഷ്യൻ്റ് ആൻഡ് എക്സ്പൊണൻറ്റ്. ഇത് രണ്ടുമാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ എഴുതുക, ക്രിയേറ്റ് ഫംഗ്ഷൻ എഴുതുക. അപ്പോൾ നോഡ് സ്റ്റാർ ക്രിയേറ്റ് ഇൻഡ് സി കോമ ഈ സിയും ഇ എന്ന് എഴുതണുള്ളൂ. ഇൻഡ് ഇ. C means coefficient and E means exponent. അപ്പോൾ ഈ 2 ആർഗ്യുമെൻ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് ഫംഗ്ഷനകത്ത് വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോഡ്
സ്റ്റാർ നോഡ് ഇസ് ഈക്വൽ ടു അലോക്കേറ്റ് ചെയ്യുകയാണ്. അലോക്കേഷൻ നടന്നു. ഇനി ഇതിൻ്റെ ന്യൂ നോഡ് ഒരു കോഎഫിഷ്യൻ്റ് ഇസ് ഈക്വൽ ടു സി നോഡ് ഒരു എക്സ്പൊണൻ്റ് ഇസ് ഈക്വൽ ടു ഇ. ഇനി അതിൻ്റെ ലിങ്കിനെ ഞങ്ങൾ നള്ളാക്കുക. നെക്സ്റ്റിന് നള്ളാക്കുക. റിട്ടേൺ നോഡ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്കിന്ന് മെയിനിലേക്ക് തരും. ഇതിന് നമ്മൾ P1 എന്നുള്ള പോളിനോമിയലിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ P1 നള്ളാണോ ഇല്ല എന്നൊക്കെ. ഇഫ് P1 നോട്ട് ഈക്വൽ ടു നൾ, P1 നള്ളാണെങ്കിൽ എന്താണ്, P1 ഇസ് ഈക്വൽ ടു P1 ഇസ് ഈക്വൽ ടു നള്ളാണെങ്കിൽ നമ്മുടെ ന്യൂ നോഡ് P1 ഇസ് ഈക്വൽ ടു ന്യൂ നോഡാണ്. എൽസിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോകണം. നോഡ് നിങ്ങൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ പ്രോഗ്രാം ഓർത്തോളണം. അത് ഒന്ന് റെഫർ ചെയ്തിട്ട് ഇത് കാണുന്നതാണ് നല്ലത്. നോഡ് ടെമ്പ് ഈസ് ഈക്വൽ ടു P1 അസൈൻ ചെയ്യുന്നു. ദെൻ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നു. വൈൽ ടെമ്പ് ആരോ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ, ടെമ്പ് ഇസ് ഈക്വൽ ടു ടെമ്പ് ആരോ നെക്സ്റ്റ് പോയി. അപ്പോൾ ലാസ്റ്റിലെ നോഡിലേക്ക് എത്തും. ഇനി നമ്മൾ ടെമ്പിൻ്റെ നെക്സ്റ്റിലേക്ക് ന്യൂ നോഡിനെ അസൈൻ ചെയ്യാം. ന്യൂ നോഡ് അസൈൻ ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മളെ നോഡ് ലിസ്റ്റ് ക്രിയേഷൻ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പോളിനോമിയൽ കഴിഞ്ഞിരിക്കും. ഇനി അത് സിമിലർലി വീണ്ടും എൻ്റർ ചെയ്യുക. എൻ്റർ സെക്കൻഡ് പോളിനോമിയൽ. ഇതേ പ്രോഗ്രാം തന്നെയാണ് അവിടെ നമുക്ക് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന അതേ സെയിം കോഡ് തന്നെയാണ്. നമ്മളവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 പകരം P2 കൊടുക്കണമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഈ സെയിം കോഡ് ഞാൻ ഇങ്ങോട്ട് വയ്ക്കുന്നു. എക്സ്പോണൻറ്റും കോഎഫിഷ്യൻ്റ് റീഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ന്യൂ നോഡ് ക്രിയേറ്റ് ആയി. ദെൻ ഇവിടെ നമ്മൾ P1 പകരം P2 കൊടുക്കുന്നു. P2 ഈക്വൽ ടു നോഡ് ട്രാവേഴ്സ് ചെയ്യുന്നിടത്ത് P2. ഇത്രയേ ഉള്ളൂ. ഇത്രയും കഴിയുമ്പോൾ സെക്കൻഡ് നോഡ് നമുക്ക് ക്രിയേറ്റ് ആവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് പോളിനോമിയലൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. പ്രിൻ്റ് P1 ദെൻ പ്രിൻ്റ് P2. പ്രിൻ്റ് എഫ് അല്ല, പ്രിൻ്റ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എഴുതേണ്ട ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് നമുക്ക് എഴുതാം. വോയിഡ് ഫംഗ്ഷനാണ് പ്രിൻ്റ്. ഇങ്ങോട്ട് ഒരു സ്റ്റാർ പി പോളിനോമിയൽ ഇങ്ങോട്ട് വരികയാണ്. അതിന് ഞാൻ P എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈൽ
പി ആരോ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ വരെയാണ് പോകേണ്ടത്. ഇതിനകത്തുള്ള ടേംസ് അങ്ങ് പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് എഫ് ഇത് നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പോളിനോമിയലിൻ്റെ അതേ ഫോർമാറ്റിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുക. പോളിനോമിയലിൻ്റെ അതേ ഫോർമാറ്റിൽ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പർ വരാം. നെഗറ്റീവ് നമ്പർ വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പർ, അതുപോലെ പോസിറ്റീവ് നമ്പറിൻ്റെ സൈനൊക്കെ നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ പോസിറ്റീവ് നമ്പറിൻ്റെ സൈൻ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നോർമലി അത് പ്ലസ് ആണ്, അത് വരില്ല. നെഗറ്റീവ് നമ്പറിൻ്റെ സൈൻ എന്തായാലും വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈനും കൂടെ പ്രിൻ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ നെഗറ്റീവ് അത് മാത്രമല്ല, നമുക്ക് എക്സ്പോണൻ്റ് 0 ആയിട്ടുള്ള ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് മാത്രം പ്രിൻ്റ് ചെയ്താൽ മതി. എക്സ്പോണൻ്റ് അവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്യണമെന്നില്ല അല്ലേ? എക്സ്പോണൻ്റിൻ്റെ വേരിയബിൾ അല്ലെങ്കിൽ പവർ 0 എന്ന് പറഞ്ഞു കൊടുത്താലും മതി. ഓക്കെ, എന്തായാലും നമുക്ക് നെഗറ്റീവ് നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. നെഗറ്റീവ് നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആദ്യം ചെക്ക് ചെയ്യുക. ദെൻ പോസിറ്റീവ് നമ്പറിന് പോസിറ്റീവ് വാല്യൂ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ടേംസ് നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് ടേമിൻ്റെ സൈൻ നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ട കാര്യമില്ല. സെക്കൻഡ് ടേം മുതൽ നമുക്ക് സൈൻ പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലല്ലേ? അപ്പോൾ നമ്മൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമാണോ സെക്കൻഡ് ടൈമാണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലാഗ് അങ്ങ് വയ്ക്കുകയാണ്. ഇൻഡ് ഫ്ലാഗ് = 0 എന്ന് വയ്ക്കും. അപ്പോൾ ഈ ലൂപ്പിനകത്തോട്ട് കയറുമ്പോൾ എഫിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അത് ആദ്യം ഞാനിവിടെ ചെക്ക് ചെയ്യും. എഫ് = 0 ആണോ നോക്കുക. എഫ് = 0 ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈൻ പ്രിൻ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറിന് ഒരിക്കലും സൈൻ പ്രിൻ്റ് ചെയ്യത്തില്ല. അത് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി സൈൻ പറഞ്ഞ് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അതല്ലാത്ത ടേംസിനൊക്കെ നമ്മൾ നെഗറ്റീവ് ടേംസിനൊക്കെ വരികയും ചെയ്യും. അത് ഫസ്റ്റ് ടൈമിൽ പോസിറ്റീവ് ആണെങ്കിലും വരരുത്, നെഗറ്റീവ് ആണെങ്കിൽ വരാം. പക്ഷേ ഫസ്റ്റ് ടൈമിൽ പോസിറ്റീവിന് സൈൻ വരാൻ പാടില്ല, വരേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണോ ചെക്ക് ചെയ്യണം. എഫ് = 0 ആണെങ്കിൽ നമുക്ക് നമ്പർ പ്രിൻ്റ് ചെയ്യേണ്ട സൈൻ പ്രിൻ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ %d ദെൻ അതിൻ്റെ എക്സ് എന്ന് പറയുന്ന ടേമിന് വേണ്ടിയിട്ടാണ് എക്സ് അവിടെ കൊടുക്കുന്നത്. ദെൻ % നമ്മൾ 2x² എന്ന് പറയുമ്പോൾ 2 ആണ് %ൽ വരുന്നത്, മറ്റേത് എക്സ്, ദെൻ പവറാണ് അടുത്ത ഇതിലേക്ക് വരുന്നത്. ദെൻ പി ആരോ കോഎഫിഷ്യൻറ്റ് പി ആരോ എക്സ്പോണൻറ്റ്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം കഴിഞ്ഞുകൊണ്ട് തന്നെ ആ ഫ്ലാഗിനെ അങ്ങ് ഓണാക്കുക. മനസ്സിലായില്ലേ? ഫ്ലാഗ് ഉണ്ട്. ഇനി നമ്മൾ നെഗറ്റീവ് ടൈം ഉണ്ടാകുന്ന നോക്കുക. എൽസ് ഇത് ഫസ്റ്റ് ടൈമിൻ്റെ കാര്യത്തിൽ എൻ്റെ എൽസ് പാർട്ടിൽ എഴുതിയാൽ മതി. എൽസ് ഇഫ് പി ആരോ കോഎഫിഷ്യൻറ്റ് <0 ആണെന്ന് നോക്കുക. <0 ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ഇവിടെ നമ്മൾ സൈൻ വരേണ്ട കാര്യമില്ല. %d അല്ലാത്തതിനെല്ലാം നമ്മൾ സൈൻ കൊടുക്കണം. അവിടെ പ്ലസ് സൈൻ കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി നെഗറ്റീവ് നമ്പർ ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പ്ലസ്സും അതിൻ്റെ കൂടെ ഒരു മൈനസും കൂടെ കയറി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, പ്ലസ് വേണോ വേണ്ടിയെന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ടൈം ആണെങ്കിലും പ്രിൻ്റ് ചെയ്യരുത്. ഇനി നെഗറ്റീവ് ടൈമാണ് വരണമെങ്കിലും പ്ലസ് എന്നുള്ള സൈൻ പ്രിൻ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് അതിൻ്റെ എൽസിയിൽ കോഎഫിഷ്യൻറ്റ് നെഗറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ നെഗറ്റീവ് ടേം അതുപോലെ അങ്ങ് പ്രിൻ്റ് ചെയ്യുക. കോഎഫിഷ്യൻറ്റ് പി ആരോ എക്സ്പോണൻറ്റ്.
എന്നിട്ട് നമ്മൾ എഫിനെ ഓണാക്കുക. ഇനി അതല്ല എങ്കിൽ നമുക്ക് സൈൻ കൂടെ പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ഓഫ് പ്ലസ് എന്നുള്ള സൈൻ വിടണം. പ്ലസ് %d x%d കോമ പി ആരോ കോഎഫിഷ്യൻറ്റ് കോമ പി ആരോ എക്സ്പോണൻറ്റ് then advanced p is equal to p arrow next. ഇങ്ങനെയാണ് ലൂപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത് കഴിയുമ്പോൾ പോളിനോമിയൽ പ്രിൻ്റ് ചെയ്തിരിക്കും. 2 പോളിനോമിയൽ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. ആ 2 P1 P2 ആണ് നമ്മൾ റീഡ് ചെയ്ത് വെച്ചത്. ആ P1-ൻ്റെയും P2-ൻ്റെയും വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനി നമ്മൾ എഴുതേണ്ടത് P3 കണ്ടുപിടിക്കുക. P3 is equal to P1 ആഡ് P1 കോമ P2. ഇപ്പോൾ P1 P2 കൂടെ ആഡ് ചെയ്ത് P3യിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് പ്രിൻ്റ് P3. നമ്മൾ ഇതിനകത്ത് ഒരു പ്രിൻറ്റിങ് കഴിഞ്ഞിട്ട് ഒരു \n കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടില്ല ഇവിടെ വരും. ഒരു പോളിനോമിയലിൻ്റെ പ്രിൻ്റ് കഴിഞ്ഞ ഉടനെ \n കൊടുക്കുക. then P3 പ്രിൻ്റ് ചെയ്തിട്ട് അയച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അഡീഷൻ്റെ ആണ്. അഡീഷന് 2 ആർഗ്യുമെൻറ്റ് P1 P2 അങ്ങോട്ട് ആർഗ്യുമെൻ്റായിട്ട് ചെല്ലുന്നു. നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തത് നമ്മൾ നോഡ് P3യിലേക്ക് അസൈൻ ചെയ്യണം. അതുകൊണ്ട് നോഡ് സ്റ്റാർ ആഡ് നോഡ് സ്റ്റാർ P1 കോമ നോഡ് സ്റ്റാർ P2 2 പോയിൻ്റർ അങ്ങനെ വരും. ഈ സ്റ്റാർ നിങ്ങൾക്ക് ബിഗിനിങ്ങിൽ വേണമെങ്കിലും ഇടാം, എവിടെ വേണമെങ്കിലും ഇടാം. അത് തെറ്റൊന്നുമല്ല, എവിടെ വേണമെങ്കിലും ഇടാം. നമ്മൾ പഠിച്ചിരിക്കുന്ന പോയിൻ്റർ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്, ബോത്ത് ആർ സെയിം. അപ്പോൾ ഇവിടെ നമ്മൾ P1 P2 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അൽഗോരിതം ഇതാണ് നമ്മുടെ അൽഗോരിതം. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് അൽഗോരിതം. ആ അൽഗോരിതം ബേസ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് മൂന്നാമതൊരു പോളിനോമിയലിൻ്റെ P3 ഈക്വൽ ടു നള്ള് ഡിക്ലെയർ ചെയ്യുക. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പോളിനോമിയലിൻ്റെ ഒരു പോയിൻ്റർ ഉണ്ടാക്കുക, അതിനെ നള്ളാക്കുക. ദെൻ ഒരു ന്യൂ നോഡിന് വേണ്ടി നിങ്ങൾ സിംഗിൾ ലിസ്റ്റിൽ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ന്യൂ നോഡിന് വേണ്ടിയിട്ട് ഒരു പോയിൻ്റർ കൂടെ ഡിക്ലെയർ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞു വൈൽ P1 എൻഡ് വരെ പോകാനാണ് ഞാൻ ഇരിക്കുന്നത്. വൈൽ P1 എൻഡ് വരെയാണ് പോകാൻ അൽഗോരിതം. ഇനി അടുത്ത് ആദ്യം കയറി വരുന്നതിന് P2 നള്ളാണോ നോക്കുക. ഈ P2 ഈസ് ഈക്വൽ ടു നൾ ആണെങ്കിൽ ബ്രേക്ക് ചെയ്ത്, ഇനി നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ബ്രേക്ക് ചെയ്യുക. സെക്കൻഡ് പോളിനും ഇല്ല എന്നാണ് അതിന് മീൻ. ബ്രേക്ക് ചെയ്യുക. എൽസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തേണ്ട കാര്യമില്ല. ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നേരെ ഇതിനകത്ത് തന്നെ കയറും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതിന് എക്സ്പോണൻ്റ് P1-ൻ്റെയും P2-ൻ്റെ എക്സ്പോണൻ്റ് സെയിം ആണെന്ന് നോക്കുക. P1 ആരോ ഈക്വൽ ടു P2 ആരോ എക്സ്പോണൻ്റ്. ഇത് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് നോ നോഡ് ക്രിയേറ്റ് ചെയ്യും. നോ നോഡ് ഈക്വൽ ടു സെയിം ആൾക്കാരൊന്ന് നോക്കി നിങ്ങളങ്ങ് ചെയ്താൽ മതി. ക്രിയേറ്റ് P1 ആരോ P3 അല്ലാതെ P1 ആരോ കോഎഫിഷ്യൻറ്റ് പ്ലസ് P2 ആരോ കോഎഫിഷ്യൻറ്റ്. ആ രണ്ടുമാണ് കോഎഫിഷ്യൻറ്റ് കിട്ടി. ഇനി ഏതർ P1 ഓർ P2 എക്സ്പോണൻ്റ്, രണ്ടിൻ്റെ എക്സ്പോണൻ്റ് സെയിം ആണ്. ഞാനിവിടെ P1 എക്സ്പോണൻ്റ് നോക്കും. ഇപ്പം നോഡ് ക്രിയേറ്റായി, പുതിയൊരു നോഡ് ക്രിയേറ്റായി. ദെൻ പറഞ്ഞിരിക്കുന്ന P1 P2 അഡ്വാൻസ് ചെയ്യുക. P1 ഈക്വൽ ടു P1 ആരോ നെക്സ്റ്റ്, ദെൻ P2 ഈക്വൽസ് P2 ആരോ നെക്സ്റ്റ്.
അഡ്വാൻസ് ചെയ്യുക. എൽസ് അടുത്ത കണ്ടീഷനാണ് ഇഫ് P1ൻ്റെ എക്സ്പോണൻ്റ് ഈസ് ഗ്രേറ്റർ ദാൻ P2ൻ്റെ എക്സ്പോണൻ്റ്. P1ൻ്റെ എക്സ്പോണൻറ്റിനേക്കാൾ കൂടുതലാണ് P2ൻ്റെ എക്സ്പോണൻ്റ് എങ്കിൽ ന്യൂ നോഡ് is equal to create P1 ആരോ എക്സ്പോണൻ്റ് കോഎഫിഷ്യൻറ്റ്. ആ ടേമിന് അതുപോലെ അങ്ങ് എടുക്കുക. P1 ആരോ എക്സ്പോണൻ്റ്. ദെൻ P1 മാത്രം അഡ്വാൻസ് ചെയ്യുക. P1 is equal to P1 ആരോ നെക്സ്റ്റ്. ഇതുമല്ല എങ്കിൽ മീനിങ് P2 ആണ് വലുത്. ന്യൂ നോഡ് is equal to create P2 arrow coefficient comma P2 arrow exponent. Then advance P2 equal to P2 arrow next. ഇത് ഇത്രയും കഴിയുമ്പോൾ നമ്മൾ ന്യൂ നോഡ് ക്രിയേറ്റ് ആവും. ന്യൂ നോഡ് ക്രിയേറ്റ് ആയിട്ട് ഇനി നമ്മൾ ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം. അതാണ് നമ്മൾ ഈ അൽഗോരിതം എഴുതിയിരിക്കുന്നത്. ഇഫ് P3 is equal to null ആണോ. ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് സിംഗിൾ ലിസ്റ്റിൻ്റെ അൽഗോരിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏത് ലിസ്റ്റാണോ നള്ളാണോ ലിസ്റ്റാണോ ക്രിയേറ്റ് ചെയ്യേണ്ട ആ ലിസ്റ്റ് ആദ്യം ഇനിഷ്യലി നള്ളാണോ എന്ന് നോക്കുക. നള്ളാണെങ്കിൽ അതാണ് ന്യൂ നോഡ്. ഇല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിൽ അൽഗോരിതത്തിൽ പറഞ്ഞിരിക്കുന്നത് ട്രാവേഴ്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാവേഴ്സ് ലാസ്റ്റ് നോഡ് ഓഫ് P3യുടെ ലാസ്റ്റ് നോഡ് വരെ ട്രാവേഴ്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോഡ് സ്റ്റാർട്ട് ടെംപ് is equal to P3 then while temp arrow next not equal to null. Temp equal to temp arrow next. അപ്പം ലാസ്റ്റ് നോഡിലെത്തും. ദെൻ ടെംപ് ആരോ നെക്സ്റ്റ് ഈക്വൽസ് ന്യൂ നോഡ് അവിടെ ആഡ് ചെയ്യും. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ലിസ്റ്റ് ഫോർമേഷൻ ഓഫ് ദ ലിസ്റ്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അൽഗോരിതത്തിൽ പറയുന്നത് ആഡ് റിമൈനിങ് നോഡ്സ് ഓഫ് P1 ഇഫ് എനി ടു ദ എൻഡ് ഓഫ് P3. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മുടെ വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ വൈൽ ഇനി P1ൽ എന്തെങ്കിലും ബാക്കി കിടപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിനകത്തോട്ട് ലിസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് node is equal to create P1 arrow coefficient comma P2 arrow P1 arrow exponent. node create ആയി. then P1 arrow P2 arrow exponent. ഇനി നോഡ് ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇഫ് P3 is equal to നള്ളാണോ നോക്കുന്നു. ആണെങ്കിൽ P3 is equal to ന്യൂ നോഡ്. ഇല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്യുക. നോഡ് സ്റ്റാർട്ട് ടെംപ് is equal to P3 while temp arrow next not equal to null. Temp equal to temp arrow next. Temp arrow next equal to new node. ഇത്രയാണ്
in else first, then move advance ചെയ്യുക, P1 അഡ്വാൻസ് ചെയ്യുക, P1 is equal to P1 ആരോ നെക്സ്റ്റ്. അടുത്ത ടൈം എടുക്കുക, ഇതുപോലെ ഇതിനകത്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ആണ് P1ന് ആഡ് ചെയ്യുന്നത്. ഇനി സിമിലർലി P2ലും ഇതുപോലെ എന്തെങ്കിലും ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം കോഡ് തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ P1 വരെ P2 ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ കോഡ് ഞാൻ എടുക്കുകയാണ്. P1 വരെ P2 ആളും കൊടുക്കുന്നു. P3 അഡ്വാൻസ് ചെയ്യേണ്ട P2 is equal to P2 ആരോ നെക്സ്റ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്ത് വരുന്നു. അപ്പോൾ ആഡീഷൻ ഇത് എത്രയും കഴിയുമ്പോൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ P3യിലാണ് റിസൾട്ടൻ്റും ഇരിക്കുന്നത്. അതിനെ റിട്ടേൺ ചെയ്യുക, റിട്ടേൺ P3. ഇത്രയാണ് നമ്മുടെ അഡീഷൻ്റെ പ്രോഗ്രാം. ഇത് നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്ത് നോക്കിയിട്ട് എറർ ഉണ്ടോ നോക്കിയിട്ട് റൺ ചെയ്യാം. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ എറർ അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ വളരെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും വളരെ കോഷ്യസ് ആയിട്ടിരിക്കണം. ഓക്കെ, നേരത്തെ ഈ ഹെഡറിൽ എച്ച് മിസ്റ്റേക്കൻലി പോയതാണ്. നമ്മൾ അത്രയും കോഷ്യസ് ആയിട്ടിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. ഫസ്റ്റ് പോളിനോമിയൽ എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കണം. ഞാനിതിനകത്ത് നമ്മുടെ പോളിനോമിയൽ അങ്ങ് എടുക്കുക. ഈ പോളിനോമിയൽ എടുക്കുക. ട്വൽവ് 52, then 9 21, then next -4 6, then 2 2, then 4 0, then 0 0 കഴിഞ്ഞതുകൊണ്ട് 0 0 കൊടുക്കുന്നു. സെക്കൻഡ് പോളിനോമിയൽ എടുക്കുകയാണ്. 296, then 4 52, then -8 12, then 14 6, then 4 2, then -8 0, then 0 0. Result 12x raised to 52 plus 9x raised to 21 minus 4x raised to 6, then 2x square. ലാസ്റ്റ് ടേം വന്നിട്ടില്ല, ഇനിയെല്ലാം ലാസ്റ്റ് ടേം വരാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ പ്രിൻ്റ് ഒന്ന് നോക്കണം. ലാസ്റ്റ് ടേം വന്നിട്ടില്ല, രണ്ടിലും ലാസ്റ്റ് ടേം വന്നിട്ടില്ല. റിസൾട്ടൻ്റ് നോക്കാം. 2x raised to 96, അടുത്ത 16x raised to 52, ഓക്കെ. ദെൻ 9x raised to 21, then second next is -8x raised to 12, അത് കറക്റ്റാണ്. then 10x raised to 6 ആണ് വന്നത്. ഓക്കെ, 10x raised to 6, then x square 6x square ആണ്, 6x square. then ലാസ്റ്റ് ടേം വന്നിട്ടില്ല, അത് നമുക്ക് പ്രിൻ്റ് നോക്കാം. പ്രിൻ്റ് ഓക്കെ, ഇത് P ആരോ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. P കൊടുത്താൽ മതി. നെക്സ്റ്റ് ആയതുകൊണ്ടാണ്, കാരണം ആ ടൈം എടുക്കാത്തത്. ഇവിടെ കൊടുക്കാം.
1252 921 minus 4 6 2 2 4 0 0 0. Second is 296 452 minus 8 12 14 6 4 2 minus 8 0, then 0 0. ഓക്കെ, ഇത് കണ്ടില്ലേ? 2x then 4x raised to 0 അതാണ് 4. then 2 9 is അത് മൈനസ് 8x raised to 0 മൈനസ് 8 ആണ് വന്നിരിക്കുന്നത്. മൈനസ് 4x raised to 0 ആണ് ലാസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ ഇതാണ് അഡീഷൻ ഓഫ് 2 പോളിനോമിയൽസ് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. സ്പാർസ് പോളിനോമിയലിൻ്റെ അഡീഷൻ്റെ സെയിം അൽഗോരിതം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അവിടെ അറേയാണ്, ഇവിടെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പ്രോഗ്രാം ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെൻറ്റ് കാണാം. ടിൽ ദെൻ ബൈ.